എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ റൈസൊക്കെ നല്ല സോഫ്റ്റായി, ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി മല്ലിച്ചപ്പും ഒരു പിടി പുതിനച്ചപ്പ്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 5-8 പച്ചമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് പരട്ടി വെക്കണം മസാലകളൊക്കെ ചേർത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് എരിവുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പച്ചമുളക് ചതച്ചത്, പിന്നെ പുതിനയിലയും മല്ലിയിലയാണ് ഞാനിതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ പുതിനച്ചപ്പും മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ ഒരു വലിയ സ്പൂൺ തൈര്, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായി പരട്ടി ആ ഇലകളും മസാലയൊക്കെ എല്ലാ വശത്തേക്കും ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് പരട്ടിയിട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി ഒന്ന് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ബാക്കി മസാലകളൊക്കെ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ടിപ്പോൾ ഞാനിനി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്ന പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഞാൻ കനോല ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. ഇനി ഞാനിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കിസ്മിസും കാഷ്യും ഒക്കെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്തത്. അപ്പോൾ ഞാൻ കിസ്മിസും കാഷ്യും ആദ്യം ഞാൻ വറുത്ത് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഗാർണിഷ് ചെയ്യാനൊക്കെയുള്ള ഉള്ളി വറുത്തെടുക്കണം. അതിനിപ്പോൾ ഞാൻ ഉള്ളി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഒരു പകുതി വഴന്ന് വരുന്ന കഴിയുമ്പോഴാണ് ഞാൻ അതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തത് വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബാക്കി വന്ന എണ്ണയിലേക്ക് നമുക്ക് ചിക്കന് വേണ്ട മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി ഒന്ന് നന്നായി വാടി വന്നു കഴിയുമ്പോഴാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായി വഴന്നതിന് ശേഷം വേണം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ പീസുകളുള്ളത് ആദ്യം തന്നെ അതിൻ്റെ മൂട്ടിലേക്ക് പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം വേണം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ബിരിയാണി ആകുന്ന സമയത്ത് ആ ഉള്ളിയൊക്കെ അതുപോലെ തന്നെ വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ഉള്ളിയൊക്കെ അതുപോലെ തന്നെ കിടക്കും. പിന്നെ ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി. ഞാൻ മല്ലിച്ചപ്പും പുതിനച്ചപ്പുമാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗരം മസാലപ്പൊടിയൊക്കെ വളരെ കുറവാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ കുറച്ച് നേരമായി, നമുക്ക് മൂട തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ഉള്ളി ഒരു മറൂൺ കളറായപ്പോൾ ഇട്ടത് കാരണം കൊണ്ട് ആ ഉള്ളിയൊക്കെ നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവോളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി ചെറിയ തീയിലൊന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്കാണ് വെച്ചിരിക്കുന്നത്. ഞാൻ 3 ഗ്ലാസ് അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ അരിയൊക്കെ ഇടാൻ പാകത്തിന് വെന്തിട്ടുണ്ട്. ഞാനൊരു 1/4 ഭാഗം വേവാകുമ്പോഴാണ് അരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അരിയുടെ വെള്ളമൊക്കെ പറ്റി അരിയൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും ഇത് ചിക്കനും പാകത്തിന് വേവായിട്ട് നല്ല ജ്യൂസി ആയിട്ടിരുന്നോളും. അപ്പം അരി ഇടുന്നതിന് മുന്നേ ഞാൻ കുറച്ച് വറുത്ത ഉള്ളി, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും കൂടി അതിൻ്റെ പുറത്തേക്ക് വിതറിയിട്ടാണ് അരി ഇടുന്നത്. ഇതിപ്പോൾ ഞാൻ അരി 1 മണിക്കൂർ നേരം കുതിർത്ത് ഊറ്റി വെച്ച അരിയാണ്. ഇനിയിപ്പോൾ അരി നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി ചിക്കനിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഇത് എല്ലാ വശത്തേക്കും ഇങ്ങനെ നന്നായിട്ടൊന്ന് നിരത്തിയിടണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ തിളച്ച വെള്ളം മുഴുവനും നമുക്ക് പതുക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഏതെങ്കിലും ഒരു ചെറിയ സ്പൂണോ അല്ലെങ്കിൽ
ഒരു ഫോർക്കോ വല്ലതും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം. കാരണം അതിൻ്റെ അടിയിൽ കിടക്കണ ആ മസാലകളൊക്കെ ഒന്ന് റൈസിലേക്ക് പൊന്തി വന്ന് റൈസ് വറ്റുമ്പോഴത്തേക്കും റൈസിലേക്ക് നല്ല വണ്ണം അതിൻ്റെ മസാലയും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒരു തിള വന്ന് കഴിയുമ്പോഴത്തേക്കും ഇനി നമുക്ക് മൂടി ഫയർ സിമ്മിലേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വെക്കണം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ റൈസൊക്കെ വെന്ത് പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം പറ്റിയോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ ഒരു തവി കൊണ്ടൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്ത് കിടക്കുന്ന ഈ റൈസ് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള വറുത്ത സവോളയും കാഷ്യൂം കിസ്മിസും പുതിനച്ചപ്പും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഒന്ന് വിതറിയതിന് ശേഷം 1 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റണം. അപ്പോൾ ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ഇതിൻ്റെ റൈസ് തന്നെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.